are going to discuss about theories of demand for money. അപ്പോൾ നമുക്കറിയാം തിയറീസ് ഓഫ് ഡിമാൻഡ് ഫോർ മണിയിൽ വരുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി, കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി, അതുപോലെ ഫ്രീഡ്മാൻസ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അതേപോലെ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി നമ്മൾ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയിൽ വന്നത് ക്യാഷ് ബാലൻസ് അപ്രോച്ച്, ക്യാഷ് ട്രാൻസാക്ഷൻസ് അപ്രോച്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ കെയ്ൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. So Keynesian theory of demand for money is also known as liquidity preference theory of interest. അപ്പോൾ കെയ്ൻസ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകത്തിലാണ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർ മണി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡിമാൻഡ് ഫോർ ലിക്വിഡിറ്റി എന്നാണ് കെയ്ൻസ് അഭിപ്രായപ്പെട്ടുള്ളത്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലിക്വിഡിറ്റി എന്നാണ് കെയ്ൻസിൻ്റെ അഭിപ്രായം. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി ഈസ് ആൻഡ് സെർട്ടനിറ്റി വിത്ത് വിച്ച് എനി ആസറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മണി. ഏതൊരു ആസറ്റിനെയും ഈസി ആയിട്ട് നമുക്ക് മണി ഫോമിലേക്ക് കൺവേർഷൻ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മണി ഈസ് ദ ഓൺലി അസറ്റ്സ് ഹാവിങ് പെർഫെക്റ്റ് ലിക്വിഡിറ്റി. മണി എന്നുള്ളതിന് മാത്രമാണ് എന്തുള്ളത്? പെർഫെക്റ്റ് ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ഏതൊരു അസറ്റിനെയും മണി എന്നുള്ള രൂപത്തിലേക്കാക്കി മാറ്റുന്നത്, കൺവേർഷൻ നടത്തുന്നതിനെയാണ് ആ ഒരു ഈസിനെസ് ആൻഡ് സെർട്ടനിറ്റിയാണ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിമാൻഡ് ഫോർ മണി ഈസ് ദ ഡിമാൻഡ് ഫ്രം ദ പീപ്പിൾ ടു കീപ് മണി ഇൻ ലിക്വിഡ് ഫോം. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്താണ്? ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫ്രം പീപ്പിൾ. ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ടു കീപ് മണി ഇൻ ലിക്വിഡ് ഫോം. ലിക്വിഡ് ഫോമിൽ മണി എന്ത് ചെയ്യാം? ലിക്വിഡ് ഫോമിൽ മണി കൈവശം വെക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഡിമാൻഡിനെയാണ് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി മേ ബി അനലൈസ്ഡ് ഇൻ മോർ ഡീറ്റെയിൽ ബൈ ഡിസ്റ്റിങ്വിഷിങ് 3 സെപ്പറേറ്റ് മോട്ടീവ്സ്. അപ്പോൾ ലിക്വിഡിറ്റിയെ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് 3 സെപ്പറേറ്റ് മോട്ടീവ്സിലൂടെയാണ്, 3 മോട്ടീവ്സിലൂടെയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ചോദിച്ചാൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ആരാണ് കൊണ്ടുവന്നത്, അതേപോലെ ഏത് പുസ്തകത്തിലാണ്, എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് കൊണ്ട് കെയ്ൻസ് ഉദ്ദേശിക്കുന്നത്, അതായത് ഡിമാൻഡ് ഫോർ ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഈസ് ആൻഡ് സെർട്ടനിറ്റി വിത്ത് വിച്ച് എനി അസറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മണി. ഇപ്പോൾ ലിക്വിഡിറ്റിയെ നമ്മൾ ഒന്നും കൂടി നമുക്ക് അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ 3 മോട്ടീവ്സ് നമ്മൾ അറിയണം. അതായത് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ട്രാൻസാക്ഷൻസ് മോട്ടീവ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈമാറ്റത്തിന് വേണ്ടിയിട്ട് എന്നതാണ്. അപ്പോൾ ജനങ്ങൾ പണം കൈവശം വെക്കുന്നത് ട്രാൻസാക്ഷൻസ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? പണം അവരുടെ കൈവശം വെക്കുന്നത്. ഒരു എമൗണ്ട് ഓഫ് മണി നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ, നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതിനെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പണം കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പണം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അല്ലേ. നമുക്ക് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും, പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലേ. നമുക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഇതൊക്കെ ഓരോ ദിവസം നടക്കുന്ന നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ പണം കൈവശം വെക്കുന്നതിനെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണം നമ്മുടെ കയ്യിൽ വന്നാൽ, നമുക്കൊരു ഇൻകം കിട്ടിയാൽ അത് അതേപോലെ കൊണ്ടുപോയി ചിലവഴിക്കൊന്നുമില്ല. നമ്മളതിൽ നിന്ന് കുറച്ച് ബാലൻസ് ആക്കിയിട്ട് നമ്മളെ കയ്യിൽ വെക്കും അല്ലേ. അപ്പോൾ നമുക്കിനി കിട്ടാനുള്ള ഇൻകം എപ്പോഴാണോ ഇൻകം കിട്ടുന്നത് അതുവരെ നമ്മളത് നമ്മുടെ ബാലൻസ് ആക്കിയിട്ട് നമ്മൾ വെക്കും. ഓക്കെ, ഇപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ നമ്മുടെ ബാലൻസ്, ട്രാൻസാക്ഷൻസ് ബാലൻസസ് ആർ ഹെൽഡ് ബൈ ദ പീപ്പിൾ ടു മേക്ക് ദിയർ ഡെയിലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ബിസിനസ് ഫേംസ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസാക്ഷൻ ബാലൻസസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്?
മന്ത്ലി വേജ് കൊടുക്കാൻ അല്ലെങ്കിൽ വീക്ക്ലി ഒരു മന്ത്ലി വേജ് കൊടുക്കാനോ സാലറി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ബിസിനസ് ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ ബാലൻസസ് കൈവശം വെക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ. To Keynes, in the short run, the amount of money demanded for transactions varies directly with income. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഷോർട്ട് റണ്ണിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മണി അല്ലെങ്കിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന മണി ഇൻകമായിട്ട് ഡയറക്റ്റ്ലി വേരി ചെയ്യും, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണെന്ന് പറയാം. അപ്പോൾ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, മണി ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണെന്നാണ് പറയുന്നത്. Thus, the transaction demand for money function can be represented as MT is equal to function of Y എന്ന് പറയാം. MT എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ മോട്ടീവ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ഫംഗ്ഷനാണ്, എന്തിൻ്റെ, ഇൻകത്തിൻ്റെ ഡയറക്റ്റ് ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. ഓക്കെ, ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാം? MT is equal to function of Y. ഓക്കെ, ഇത്രയാണ് ട്രാൻസാക്ഷൻ മോട്ടീവിൽ വരുന്നത്. സെക്കൻഡ് വൺ എന്തായിരുന്നു? പ്രിക്വേഷണറി മോട്ടീവ്. Precautionary demand for money arises primarily because of the uncertainty of future receipts and expenditures. Precautionary മുൻകരുതൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണി ഉണ്ടാവുന്നത്? നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ നമ്മുടെ റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും എന്തായിരിക്കും എന്നുള്ളൊരു ഡൗട്ടാണല്ലേ നമുക്ക് എന്തായിരിക്കും ഇനി വരുമാനം, അതുപോലെ എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് വരിക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണി ഉണ്ടാകുന്നത്. ഫ്യൂച്ചറിൽ എന്ത് റിസിപ്റ്റ്സ് ഉണ്ടാകും, അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതേപോലെ എന്ത് എക്സ്പെൻഡിച്ചർ ഉണ്ടാകും എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുറച്ച് പണം നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കും അല്ലേ. പ്രിക്വേഷണറി മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കും. അതാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. Precautionary balances enable person to meet unanticipated increases in expenditures or unanticipated delays in receipts. അതേപോലെ പ്രിക്വേഷണറി ബാലൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എക്സ്പെൻഡിച്ചർ നമ്മൾ കരുതാതെ ഇൻക്രീസ് ചെയ്യുക, അതേപോലെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ എന്തെങ്കിലും തടസ്സം വരിക, അപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് പ്രിക്വേഷണറി ബാലൻസസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാതെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വരികയോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച റിസിപ്റ്റ്സ് കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണി റേസ് ചെയ്യുന്നത്. സോ ഇൻ ദ ഷോർട്ട് റൺ ദ എമൗണ്ട് ഓഫ് മണി ഡിമാൻഡഡ് ഫോർ പ്രിക്വേഷണറി പർപ്പസസ് വേരീസ് ഡയറക്റ്റ്ലി വിത്ത് ഇൻകം. അപ്പോൾ ഇനി ഷോർട്ട് റണ്ണിൽ എമൗണ്ട് ഓഫ് മണി ഡിമാൻഡ് ഫോർ പ്രിക്വേഷണറി പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന മണിയും അതേപോലെ ഇൻകവും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് MP is equal to function of Y. ഓക്കെ, MP is equal to function of Y എന്നുള്ള രീതിയിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ ഇൻകും അതേപോലെ പ്രിക്വേഷണറി പർപ്പസും തമ്മിൽ എന്താണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് MP is equal to function of Y എന്നുള്ള രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം. നെക്സ്റ്റ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇപ്പോൾ തേർഡ് മോട്ടീവാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇപ്പോൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭവുമായി ബന്ധപ്പെട്ട ഊഹം എന്നുള്ള രീതിയിലാണ് സ്പെക്കുലേഷൻ വരുന്നത്. ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റെപ്രസെൻറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് ബ്രേക്ക് വിത്ത് ക്ലാസിക്കൽ തിയറി. അപ്പോൾ കെയ്ൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റും അതേപോലെ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിനെയും വേർതിരിക്കുന്നത് എന്താണ്, ഈ മൂന്നാമത്തെ മോട്ടീവാണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. ഓക്കെ, ഇപ്പോൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഫോർ ഹോൾഡിംഗ് മണി അറൈസസ് ഫ്രം എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് പ്രൈസസ് ഇൻ ബോണ്ട് മാർക്കറ്റ്. ഇപ്പോൾ ബോണ്ട് മാർക്കറ്റിൻ്റെ പ്രൈസിനനുസരിച്ചിട്ട്, അതായത് ബോണ്ട് മാർക്കറ്റിൽ എന്ത് മാറ്റം വരുന്നു, മാർക്കറ്റ് പ്രൈസിലൊക്കെ സ്വഭാവത്തിൽ എന്ത് വ്യത്യാസം വരുന്നു, അതിൻ്റെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് അതിൽ നിന്ന് എന്ത് കിട്ടും, നമുക്ക് എന്ത് ലാഭമാണോ നഷ്ടമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഫോർ ഹോൾഡിംഗ് മണി ഉണ്ടാവുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു കെയ്ൻസ് there is an inverse relationship between bond prices and the market rate of interest. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ബോണ്ട് പ്രൈസും അതേപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അത് നമ്മൾ ബോണ്ട് മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ there is an inverse relationship between bond prices and the market rate of interest അല്ലേ. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ഹൈ, ദ പോസിബിലിറ്റി ഈസ് ഓൺലി ഫോർ എ ഡിക്രീസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂടൂല, പിന്നെ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, എന്താണ്, അത് കുറയാനുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ the possibility is only for a decrease in the rate of interest. A decrease in the market rate of interest leads to an increase in the price of a bond. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ഓഫ് ബോണ്ട് ഇൻക്രീസ് ചെയ്യും. സോ അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രൈസ് കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. ഈ ഹൈ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരൊറ്റ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുക എന്നുള്ളത്. അങ്ങനെ കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ബോണ്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. The small amount of wealth will be held in terms of bonds at a high rate of interest. അതുകൊണ്ട് തന്നെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽത്തൊക്കെ എന്തായിരിക്കും, ബോൺസ് എന്നുള്ള രൂപത്തിലായിരിക്കും വെക്കുക. ആൻഡ് ദി കറസ്പോണ്ടിങ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് വെരി ലോ. അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാവുമ്പോൾ പ്രൈസ് ഓഫ് ബോണ്ട് ഏറ്റവും കുറവായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ഒരൊറ്റ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്നുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബോണ്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പൈസക്ക് നമുക്ക് ബോണ്ട് വാങ്ങാം. പിന്നെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ ബോണ്ട് പ്രൈസ് ഇങ്ങനെ കൂടും. അങ്ങനെ ബോണ്ട് പ്രൈസ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും അല്ലേ. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. On the other hand, an increase in the market rate of interest from a low level will result in a decrease in the price of bonds. വേറൊരു രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മറ്റൊരു വശം എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ലെവലിൽ നിന്ന് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ബോൺസ് എന്തായിരിക്കും, കുറയായിരിക്കും ചെയ്യുക. Thus it is not safe to invest in bonds at low rate of interest. അപ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആരും എന്ത് ചെയ്യൂല, ഇൻവെസ്റ്റ് ചെയ്യൂല അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ബോൺസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ലാഭമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അതിൽ ഇൻവെസ്റ്റ് ചെയ്യൂല. ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ് കറസ്പോണ്ടിങ് ടു എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും, റൈസ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാവുമ്പോൾ പ്രൈസ് ഓഫ് ബോണ്ട് കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാകുമ്പോൾ പ്രൈസ് ഓഫ് ബോണ്ട് കൂടുതലായിരിക്കും. ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് അത് വർദ്ധിക്കില്ല. അതെന്ത് ചെയ്യും, ഹൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുക. അപ്പോൾ പ്രൈസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് പ്രൈസ് ഓഫ് ബോണ്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുക, അത് കുറയുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് ഓഫ് ബോണ്ട് വർദ്ധിക്കും. അപ്പോൾ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ലോ ആണ്. അതേപോലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുമ്പോഴാണ്. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇതിൽ ഓർത്ത് വെക്കുക. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, വൈ ആക്സിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് പറഞ്ഞു. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും, കൂടുതലായിരിക്കും. രണ്ടും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ്. ഓക്കെ, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും, ഇത്രയല്ലേ ഉള്ളൂ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. Thus, there is an inverse relationship between the speculative demand for money and the rate of interest. The market rate of interest is judged as high or low based on the concept of normal rate of interest. Normal interest rate is the rate which will tend to prevail in the market under normal conditions. Okay, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണോ ലോ ആണോ എന്നുള്ളതൊക്കെ നോക്കുന്നത് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലെ നോർമൽ കണ്ടീഷനിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. So the speculative demand for money function can be represented as
MS is equal to function of R. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് മോട്ടീവ് ഉണ്ടല്ലേ, ട്രാൻസാക്ഷൻ മോട്ടീവ് അതേപോലെ പ്രിക്വേഷണറി മോട്ടീവ്, രണ്ടും ഫംഗ്ഷൻ ഓഫ് Y. ഇൻകം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് എന്താണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി MS is equal to function of R എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. So total demand for money is composed of three elements: transaction, precautionary and speculative motives. The equilibrium rate of interest is determined by the intersection of demand for money function and supply of money function. ഇപ്പോൾ ഡിമാൻഡ് ഫോർ മണിയിൽ 3 elements ഉണ്ടെന്ന് പറഞ്ഞു: ട്രാൻസാക്ഷൻ, പ്രിക്വേഷണറി, സ്പെക്കുലേറ്റീവ് മോട്ടീവ്സ്. ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ആൻഡ് ദി സപ്ലൈ ഓഫ് മണി ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു സപ്ലൈ ഓഫ് മണി. ഇപ്പോൾ സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ, സപ്ലൈ ഓഫ് മണി, ഒരു എക്കോണമിയിലെ സപ്ലൈ ഓഫ് മണി തീരുമാനിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്ലൈ ഓഫ് മണി ഫംഗ്ഷനും അതേപോലെ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷനുമാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സപ്ലൈ ഓഫ് മണി പറയുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? സെൻട്രൽ ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇക്വിലിബ്രിയം റേറ്റ്, അതായത് ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഫോർ മണീൻ്റെ ഗ്രാഫ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഗ്രാഫ് ഇത്. പിന്നെ സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, given the supply of money and the income level at some particular interest rate, the sum of the transactions, precautionary and the speculative demand for money will just equal the supply of money. അപ്പോൾ സപ്ലൈ ഓഫ് മണിയും ഇൻകം ലെവൽ നമുക്ക് തന്നിട്ടുള്ള സപ്ലൈ ഓഫ് മണി അല്ലെങ്കിൽ ഇൻകം ലെവൽ അറ്റ് സം പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ്, ഒരു ചില ഇൻട്രസ്റ്റ് റേറ്റിൽ ട്രാൻസാക്ഷൻസും അതേപോലെ പ്രിക്വേഷണറി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഒക്കെ സപ്ലൈ ഓഫ് മണിക്ക് ഈക്വൽ ആയിരിക്കും. Okay, the interest rate that equates the supply of money and the demand for money is the equilibrium interest rate. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, സപ്ലൈ ഓഫ് മണി അതേപോലെ ഡിമാൻഡ് ഫോർ മണി ഈക്വൽ ആക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അതൊരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ പറഞ്ഞു. വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന സപ്ലൈ ഓഫ് മണിയാണ് അല്ലേ. അപ്പോൾ അത് ഒന്ന് ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനിൽ എക്സ് ആക്സിൽ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി, വൈ ആക്സിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മണി സപ്ലൈ ആണ് ഈ സ്ട്രൈറ്റ് ലൈൻ, വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷനും സപ്ലൈ ഓഫ് മണി ഫംഗ്ഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇ. അതാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ്, അത് ഇ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെയ്ൻസ്, സോ അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻട്രസ്റ്റ് ഈസ് എ പ്യുവർലി മോണിറ്ററി ഫിനോമിന. ഇൻട്രസ്റ്റ് ഒരു മോണിറ്ററി ഫിനോമിന ആണെന്നാണ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇസ് എ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് മോണിറ്ററി ഫാക്ടേഴ്സാണ്. അതായത് ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി എന്നുള്ള മോണിറ്ററി ഫാക്ടേഴ്സാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ തീരുമാനിക്കുന്നത്. അതേപോലെ ഇൻട്രസ്റ്റ് അടക്കുന്നതും എന്താണ്? മണി രൂപത്തിലാണ്, ഇൻ ടേംസ് ഓഫ് മണി, മണി രൂപത്തിലാണ്. ദസ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ മോണിറ്ററി ഫിനോമിന. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിനെ മോണിറ്ററി ഫിനോമിന എന്ന രീതിയിൽ പറയുന്നു എന്നുള്ളതാണ് കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ചോദിച്ചാൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല, സെക്കൻഡ് സെമ്മിന് മാത്രമല്ല, അത് നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളും പഠിക്കാറുണ്ട്. അവിടെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന MAക്ക് വരെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അപ്പോൾ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതേപോലെ ഏത് പുസ്തകം, മോട്ടീവ്സ് ഓരോന്നും പറയാം, പിന്നെ അതിൻ്റെ ഗ്രാഫ്, പിന്നെ സപ്ലൈ ഓഫ് മണി കൂടെ ഉണ്ട്. ആ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയാണ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ബൈ കെയ്ൻസിൽ പറയുന്നത്, അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ക്രിറ്റിസിസംസ് ഓഫ് liquidity preference theory. First one, Keynes theory of demand for money gives the wealth holder a choice between holding risky bonds and riskless money. അപ്പോൾ റിസ്കി ബോൺസ് റിസ്ക്ലെസ് മണീൻ്റെ ഇടയിലുള്ള ഒരു ചോയ്സിനെ കുറിച്ചിട്ടാണ് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ റിയലായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക്ലെസ് ഇൻകം യീൽഡിങ് അസറ്റ്സ് ആയിട്ടുള്ള സേവിങ് ഡെപ്പോസിറ്റ്സ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ട്രഷറി ബിൽസ് ഒക്കെ അവർ കൈവശം വെക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കെയ്ൻസിൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. ഓക്കെ. Second one, another criticism leveled against the theory of Keynes is based on the concept of normal rate of interest. അപ്പോൾ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത ക്രിറ്റിസിസം വന്നിട്ടുള്ളത്. നോർമൽ റേറ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് വിൽ ടെൻഡ് ടു പ്രിവൈൽ ഇൻ ദി മാർക്കറ്റ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. The normal rate of interest acts as the benchmark with respect to which any rate of interest is judged as high or low. Keynes never explained the factors that determine the normal rate of interest. അപ്പോൾ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് കെയ്ൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് കെയ്ൻസ് പറഞ്ഞിട്ടില്ല. ഓക്കെ. Then third one is Keynes' additive form of the demand for money function has been rejected by the Keynesians. കെയ്ൻസിൻ്റെ അഡിക്റ്റീവ് ഫോം ഓഫ് ദി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല, കെയ്നീഷ്യൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അത് റിജക്റ്റ് ചെയ്തു. ഇറ്റ് ഹാസ് ബീൻ ആർഗ്യൂഡ് ദാറ്റ് ദ സെയിം യൂണിറ്റ് ഓഫ് മണി ക്യാൻ പെർഫോം ഡിഫറെൻറ്റ് മോട്ടീവ്സ് ആസ് എക്സ്പ്ലെയിൻഡ് ബൈ കെയ്ൻസ്. So the demand for money cannot be compartmentalized into separate components independent of each other. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ 3 മോട്ടീവ്സ് ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേഷന്, പ്രിക്വേഷണറി മോട്ടീവ്. അപ്പോൾ അതിനൊക്കെ ഓരോന്നും മണി ബാലൻസ് ഉണ്ടാവും എന്നാണ് കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള, ഓരോ മണിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടീവ്സ് ഇല്ല. അതിനെങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ വേർതിരിച്ച് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ക്രിറ്റിസിസം പറയുന്നത്. ഓക്കെ. ഫോർത്ത് വൺ, the emergence of a liquidity trap position at a low rate of interest was never supported by empirical evidence. ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് പൊസിഷൻ ഉണ്ട്, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ട് എന്ന് കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്. അത് എംപിരിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പ്രാക്ടിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തൊരു സംഭവമാണ് ഈ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. Then the fifth one is, according to Gurley and Shaw, liquidity is not the important factor in interest theory. ഇൻട്രസ്റ്റ് തിയറിയിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് ഗേർലി ആൻഡ് ഷോ പറഞ്ഞിട്ടുള്ളത്. Then sixth one is, James Tobin has pointed out that Keynes' liquidity preference theory has failed to analyze the role of wealth on demand for money. അപ്പോൾ റോൾ ഓഫ് വെൽത്തിൻ്റെ റോൾ എന്താണ്, ഡിമാൻഡ് ഫോർ മണിയിൽ വെൽത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് കെയ്ൻസ് പറഞ്ഞിട്ടില്ല എന്നാണ് ജെയിംസ് ടോബിന് അഭിപ്രായപ്പെട്ടത്. ഓക്കെ. Then seventh one is, Keynes denied completely the influence of real factors represented by savings and investment in the determination of rate of interest. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തീരുമാനിക്കുന്നതിൽ സേവിങ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തൊക്കെയാണ് പങ്ക് എന്നുള്ളത് കെയ്ൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ റിയൽ ഫാക്ടേഴ്സിൻ്റെയും അതേപോലെ the real sector factors and the monetary factors influence the determination of interest rate. ശരിക്കും റിയൽ സെക്ടർ ഫാക്ടേഴ്സും അതേപോലെ മോണിറ്ററി ഫാക്ടേഴ്സും ഇൻട്രസ്റ്റ് റേറ്റിനെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. പക്ഷേ കെയ്ൻസ് റിയൽ സെക്ടർ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. Then eighth is Keynes regarded the rate of interest as a reward for parting with liquidity and not a return for saving. കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റിയുമായി കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. അതിൻ്റെ റിവാർഡായിട്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറയുന്നത്, ലിക്വിഡിറ്റിയുടെ റിവാർഡായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്നത്. പക്ഷേ അത് സേവിങ്സിന് ഉള്ള റിട്ടേൺ ആണ് എന്ന് കെയ്ൻസ് പറയുന്നില്ല അല്ലേ. സേവിങ്സിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ അത് കെയ്ൻസ് പറഞ്ഞിട്ടില്ല. ടു there can be no liquidity to surrender without saving. Then ninth one is, according to Hansen, Keynes' interest theory is indeterminate. കെയ്ൻസിൻ്റെ തിയറി ഇൻഡിറ്റർമിനേറ്റ് ആണ് എന്നാണ് ഹാൻസിന് പറഞ്ഞിട്ടുള്ളത്. Unless the income level is already known, the demand and supplyers of money cannot tell us what the rate of interest will be. നമുക്ക് ഇൻകം ലെവൽ നമുക്ക് ആദ്യം അറിയാമെന്നുണ്ടെങ്കിൽ the demand and supplyers of money cannot tell us what the rate of interest will be. എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഡിമാൻഡ് അതായത് സപ്ലൈ കർവിന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിറ്റിസിസം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതൊന്ന് വായിച്ച് നോക്കുക, ക്രിറ്റിസിസം കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി അല്ലേ. കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയിൽ വരുന്നത് ഏത് പുസ്തകത്തിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതേപോലെ മോട്ടീവ്സൊക്കെ പറയുക, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ,
പിന്നെ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ, പിന്നെ ക്രിറ്റിസിസത്തിൽ നിങ്ങൾ മെയിൻ പോയിന്റ്സ് ഇങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അഥവാ ക്രിട്ടിക്കൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാമല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അപ്പോൾ കെയ്നീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട വേറൊരു കൺസെപ്റ്റാണ് കെയ്നീഷ്യൻ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കെയ്നീഷ്യൻ ലിക്വിഡിറ്റി ട്രാപ്പും കൂടെ പറഞ്ഞാലേ നമുക്കിത് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.